വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗൈസ്. നമ്മൾ ഇന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയാലോ ഗൈസ്. പാനിൽ ആദ്യം എണ്ണ ഒഴിക്കുക. ഞാൻ പറയാം, അതിലേക്ക് ഗൈസ് നമുക്ക് കടുക് ഇടാം. കടുക് ഇട്ടിട്ടുണ്ട് ഗൈസ്. കടുക് ഇങ്ങനെ പൊട്ടാണ് ഗൈസ്. നമുക്ക് ഉള്ളി ഇടാം ഗൈസ്. ഗൈസ് ഉള്ളി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഉള്ളിയിൽ കൂടെ കുറച്ച് തക്കാളി ഇടുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ല ബ്രൗൺ കളറിലാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അരിയിൽ ഇടാം. ഗൈസ് ഞാൻ ആവശ്യം കൂടെയാണ് കളിക്കണേ. ഗൈസ് നല്ല ഗോൾഡ് അല്ല ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് സിമ്മിലോട്ട് വയ്ക്കാം. ഗൈസ് സോറി, മിസ്റ്റേക്ക് പറ്റിപ്പോയി. മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. തീ മീഡിയം അല്ലായിരുന്നു വയ്ക്കാം. സോറി ഗൈസ്. നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, ടൊമാറ്റോ. ഗൈസ് ചെറുതായിട്ട് ബ്രൗൺ കളറായി. ഇനി അതിലേക്ക് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഗൈസ് ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഗൈസ് കുറച്ച് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഗാർലിക് പേസ്റ്റ്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിട്ട് അരച്ചിട്ട് കൊടുക്കാം. ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടാണ് നന്നായിട്ട് നമുക്ക് ഇളക്കാം. അപ്പോൾ ഗൈസ് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടയ്ക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ. അതിലേക്ക് 1 സ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം, അതായത് മഞ്ഞൾപ്പൊടി. അടുത്ത് മസാല 1 സ്പൂൺ ഇടാം. ഗരം മസാല നിങ്ങൾക്ക് ഏത് ടൈപ്പ് മസാല വേണം ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റൈസ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇനി അടച്ചു വെക്കാം. നല്ല തിളച്ച് വരുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാല് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിവിടെ ഒഴിക്കുന്നില്ല. ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സിമ്മിലോട്ട് വെക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൽ അടച്ചു വെക്കാം. ഗൈസ് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ നേരത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആവി കാരണം കാണാൻ പറ്റത്തില്ല. നന്നായിട്ട് തിളച്ച് വരുമ്പം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഓഫ് ചെയ്യാം. ഗൈസ് നന്നായിട്ട് തിളച്ചപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ഡിസൈൻ വേണി ഇട്ടു. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചെയ്യേണ്ടത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ബൈ ബൈ.